കാര്യങ്ങളൊക്കെ വരുമ്പോ ഇത്ര വലുത് ആദ്യമായിട്ട് നമ്മുടെ ആശ്ര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട്. കറന്റ് ഇതിന് മാത്രമേ ഉള്ളൂ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്ത് ഇത്ര സക്സസ് ആയിരിക്കുന്നത്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമില്ല, നമ്മൾ ഇനി കംബോഡിയ മുന്തിരി കംബോഡിയ പോയി കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം കേരളത്തിൽ ആദ്യമായിട്ട് കംബോഡിയ മുന്തിരി കൃഷി ചെയ്ത് വൻ വിജയമാക്കി തീർത്ത ആശ്രിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. 5 കിലോയ്ക്ക് അടുത്ത് വരുന്ന ഒരു വലിയൊരു കൊല മുന്തിരിയാണ്. ഒരു കൊലയിലാണ് 5 കിലോ എന്ന് പറയുന്നത്. ഒരു കൊലയാണ് 5 കിലോ. അപ്പോൾ ആ ഒരു വിഷ്വൽസാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഒപ്പം ആശ്രിയുണ്ട്. വിശദമായ കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും വളരെ കൗതുകത്തോടെ കാണാനും ഞാൻ കഴിക്കാനും വേണ്ടി കാത്തിരിക്കുന്ന ആ ഗ്രേപ്പ് ഇതാണ്, മുന്തിരി ഇതാണ്, കണ്ടോ. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാൻ പോകുന്നത്. ആഷിലാണ് നമ്മളെ കൂടെ ഇത് പറയാനായിട്ടുള്ളത്. സ്വന്തം നമ്മുടെ ഈ മുന്തിരിയുടെ സ്വന്തം ഉടമസ്ഥനാണ്. ഇതാണ്. നമസ്കാരം, ഞാനാണ് ആഷിലെ. ഞാനാണ് അപ്പോൾ ഇത് കൃഷി ചെയ്തേക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥലപരിമിതി, നമുക്ക് 5 സെൻറ്റിലാണ് വീട് പ്ലോട്ടെല്ലാം ഇരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ അറൗണ്ട് ഒരു 10 മേളിൽ നമുക്ക് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട്. കോവിഡിന് ശേഷമാണ് ഞാനിത് എക്സ്പാൻഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. കോവിഡ് ടൈമിൽ മുതൽ ഞാൻ പെർമനൻ്റ് ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോമാണ്. സോ എനിക്ക് ടൈമുണ്ട്. ഞാൻ കറൻ്റ് IT ജോബാണ്. അപ്പോൾ ടൈമുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഹ്യൂജ് റിസൾട്ടാണ്. ഇപ്പോൾ 2 വീക്സ് കഴിഞ്ഞിട്ടുള്ള നമ്മൾ അത്യാവശ്യം പറിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണ് നിങ്ങൾ കാണുന്നത്. കറൻ്റ് ഒരു 4.5 കിലോ 5-ന് അടുത്ത്, 5 കറക്റ്റില്ല, എക്സാക്റ്റ് ഒരു 4.5 റേഞ്ച് നമുക്ക് വന്നിരുന്നു വെയിറ്റേജ്. പിന്നെ 600+. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇപ്പോഴും കാണാം, ഇപ്പോൾ ഗ്രീൻ ആയിട്ടുള്ളതുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തേനീച്ചയുടെ കൂട് സമാനമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കൊമേഴ്ഷ്യൽ പർപ്പസിന് നമുക്ക് 250 ഗ്രാമാണ് നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത്. ആ റേഞ്ചിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിലാണ് നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വീട്ടിലെ പർപ്പസിന് നമുക്ക് ആപ്റ്റാണ്. ഇത്രയും നല്ല രീതിയിലുണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ഇതാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായത്. ഒരുപാട് നാളത്തേക്ക് ഇനിയും വരും. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് അനുസരിച്ചൊക്കെ ഫില്ല് ചെയ്ത് വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് വളം വരുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, ഇത് രണ്ടും മിക്സ് ചെയ്താൽ മാത്രം മതി. ഞാൻ എല്ലാ പ്ലാന്റ്സിനും എക്സോട്ടിക്സിനും എല്ലാം ചെയ്യുന്നത് സെയിം വളമാണ്. വേറെ ഒന്നും കൊടുക്കാറില്ല. റിസർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കറന്റ് അവിടെയൊക്കെ പോകുന്നുണ്ട്. ഇത് 8 മന്ത്സിലാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. 8-ാം മാസത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. 6-ാമത്തെ മാസത്തിൽ ഇത് ഫ്ലവർ ചെയ്ത് 8-ാമത്തെ മാസത്തിലാണ് ഈ കാണുന്നത്. സാധാരണ ഈ ഒരു സ്റ്റേജ് എത്തണമെങ്കിൽ മുന്തിരിക്ക് 2.5 കൊല്ലം മിനിമം വേണം. കർഷകരുടെ അടുത്ത് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അസോസിയേഷൻ അങ്ങനെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കറന്റ് ഇതിന് മാത്രമേ ഉള്ളൂ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്ത് ഇത്ര സക്സസ് ആയിരിക്കുന്നത്. മുന്തിരി കൃഷി ചെയ്യുന്നവർക്കും അത്ഭുതമാണ് ഇത്രയും വലിയ റിസൾട്ട് വന്നേക്കുന്നത്. അതാണ് സെൻസേഷൻ ആയിട്ട്. 8 മാസം കൊണ്ട് നമുക്ക് ഈ സ്റ്റേജിലേക്ക് എത്തി. എത്ര തൈ ഉണ്ട് ഇത്? ഇത് ഒറ്റ തൈയുള്ളൂ. എത്ര വാങ്ങിച്ചു? ഒരെണ്ണുള്ളൂ. ഒരു തൈ കിട്ടിയുള്ളൂ. എന്ത് വില കൊടുത്ത് വാങ്ങിച്ച തൈ? 80 രൂപ. അതെ, ഗ്രോത്തിന് തൈയായിരുന്നു. അതായത് ഞാൻ വാങ്ങിക്കുന്ന വെളിയത്തുനിന്നുള്ള ഒരു ബെസ്റ്റ് വെണ്ടറാണ്. അവര് നല്ല തൈ മാത്രമേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് കാരണം വെച്ച് ഈ റിസൾട്ട് എത്തി. ഇതിന്റെ കടകളിൽ ഇതിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അപ്പോൾ വേറെ മുന്തിരി വാങ്ങിച്ച് വഞ്ചിതരാവാതിരിക്കുക. കംബോഡിയനാണെങ്കിൽ ഇതിന്റെ അടിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കിഴങ്ങുകൾ ഫോം ആയിട്ട് വരും. ആ കിഴങ്ങുകൾ നിങ്ങൾക്ക് മാറ്റി നട്ട് വീണ്ടും നിങ്ങൾക്ക് ഇത് റാപ്പിഡായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൃഷി. അല്ലാതെ തന്നെ കടയിലൊക്കെ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. ചെയ്യാൻ പറ്റും, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കറന്റ് ഇത് റിസർച്ചിന് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗ്രേപ്പിന്റെ ഈ തൈ എന്ന് പറഞ്ഞത് എല്ലാ നഴ്സറിയിൽ കിട്ടുന്നതാണ്. ഇപ്പൊ കറന്റ് കേരളത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ. അവരാണ് പല സ്ഥലത്തു നിന്ന് എനിക്ക് ഇമ്പോർട്ട് ചെയ്ത് തരുന്ന കുറച്ച് വെണ്ടേഴ്സ് ഉണ്ട്. അതിലെ മെയിൻ ആയിട്ടുള്ള വെണ്ടേഴ്സ് അവരാണ്. ആർക്കും വേണമെങ്കിൽ ചെയ്യാല്ലേ? ഇത്രേ ഉള്ളൂ എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതുപോലെ എക്സോട്ടിക്സ് എല്ലാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ സക്സസ് ആക്കിയിട്ടുണ്ട്. നല്ലതാണെങ്കിൽ സജസ്റ്റ് ചെയ്ത് തരുന്നത്. ഇത് ഞാൻ വീഡിയോ ഔട്ടാന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ചിലത് ഞാൻ സജസ്റ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളക്ഷൻസിൽ എന്റെ പ്രൈസ് സ്പേസിലുള്ള ഇതാണ്. അത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല. സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ അബിയു, ഇപ്പൊ എനിക്ക് കേരളത്തിൽ ഒരുപാട് പേര് ചെയ്യുന്നതാണ് അബിയു. അതൊക്കെ എല്ലാവരും ചെയ്യാനേ പറയുള്ളൂ. കാരണം അത് അധികം പോയിട്ട് വേണ്ട 2 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഫ്ലവർ ചെയ്യും. ഇത് അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ എല്ലാം സജസ്റ്റ് ചെയ്യുന്ന ഇതാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ കംബോഡിയ പോകാൻ തന്നെ നമ്മൾ സ്വന്തം കേരളത്തിൽ നമ്മുടെ ഇന്ത്യ തന്നെ സൗത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്ര വലുത് ആദ്യമായിട്ട് നമ്മുടെ ആശ്ര നട്ടുപിടിപ്പിച്ചു. നോർത്ത് ഈസ്റ്റിലെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാറായിട്ടില്ല. അവിടെ വെരിഫിക്കേഷൻ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മന്ത് വെരിഫിക്കേഷൻ. ഇത് പല രീതിയിലുള്ള വെരിഫിക്കേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫെബ് ലാസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ എല്ലാത്തിനും ക്ലാരിറ്റി വരുള്ളൂ.
ശരി. അപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ ഇത് കുഴിച്ചിട്ടപ്പോ എവിടെ കുഴിച്ചിട്ട കാട ഇവിടെയായിട്ട് കാണുന്നത്. നമ്മൾ കാണുമ്പോൾ ഓർക്കും വലുതാണ്. സാധാ നോർമലി ഒരു വെറുതെ ഒരു മണ്ണിൽ കൊടുന്ന് കുഴിച്ചിട്ടേക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കട വരുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി ഈ കട പൊട്ടി വരുമ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ എടുത്തിട്ട് വേറെ ചെയ്യാം. ഇപ്പൊ ഈ നിലവിൽ നിൽക്കുന്ന ഈ കുറച്ചും കൂടെ മൂത്ത ഈ കമ്പ് പൊടിച്ച് എവിടെയെങ്കിലും കുത്തിയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് സ്ഥലപരിമിതി ഉണ്ട്. എനിക്ക് ആ റിസർച്ച് അല്ല ഇപ്പോൾ സീസൺ ആണോ അങ്ങനത്തെ കുറച്ച് റിസർച്ച് ആണ് വരുന്നത്. അല്ലാതെ ഇതിനടിയിൽ നമുക്ക് കിഴങ്ങ് കെമിക്കൽ ഡൈ ഉപയോഗിച്ച് അലർജി ഉള്ളവർക്ക് നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിന്ന് മുന്തിരി പറിച്ചിട്ട് എന്താ ടേസ്റ്റ് നോക്കാം. ഇതിൽ കുരുണ്ടോന്നല്ലേ പറഞ്ഞത്? കുരുണ്ട്. അപ്പോൾ പറിച്ചിട്ട് എന്താ ടേസ്റ്റ് നോക്കാം. എന്താ ഞാൻ പറിക്കുന്നില്ല, കാരണം ഒരുപാട് പേര് കാണുന്നതല്ലേ. അപ്പോൾ നമ്മളത് ആ ഒരു ഇത് കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. എന്നാലും ആവശ്യം പറിച്ച് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലേക്കല്ലേ വരുന്നത്. അതെ, 2 മുന്തിരി ഉണ്ട് കേട്ടോ. അത് വേണ്ട, 2 എണ്ണം ഉണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ. വിഷമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് പറയാം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മുന്തിരി ഉണ്ടെങ്കിൽ അത് നല്ല പുളിയായിരിക്കും. ഇങ്ങനെ കളർ ഉണ്ടാവും, പക്ഷെ പുളിയായിരിക്കും. പക്ഷെ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര പുളിയായിരിക്കും. ഇത് നമുക്ക് നോർമലി മുന്തിരിയുടെ ടേസ്റ്റ് ഉള്ളത്. ഒരുപാട് നല്ല മധുരം ഒന്നല്ല, എന്നാൽ നമുക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും. വലിയ കുരു കുറച്ചും കൂടി സോഫ്റ്റ് ആവും. ഈ ഇത് ഇത്തിരി കട്ടിയില്ലേ, കുറച്ചുകൂടി സോഫ്റ്റ് ആകുമ്പോഴാണ് അത് കറക്റ്റ് പാകാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോഴത്തെ കഴിയുമ്പോൾ കുറച്ചുകൂടി മധുരവും. ഇത് പറിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം കഴിയുമ്പോൾ കുറച്ച് റിഫൈൻഡ് ആയിട്ടുള്ള നല്ല മധുരത്തിലേക്ക് എത്തി വരുന്നത്. ഒരു ഗോതമ്പിന്റെ അത്രയുണ്ട്. കണ്ടോ, കുരു കാണിക്കാൻ ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഈ ചെറിയൊരു മുന്തിരിക്കകത്ത് പ്രത്യേകത ഉണ്ട്. ഈ ചെറിയൊരു മുന്തിരിക്കകത്ത് ഇത്രയും വലിയ കുരു. ആ കുരു നോക്കിക്കേ, സാധാ ഒരു ഇതിന്റെ കുരു പോലെ അല്ല ഇരിക്കുന്നത്. കണ്ടോ, ഗോതമ്പിന്റെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ കൃഷി ചെയ്യാൻ പ്രചോദനമാണ്. ഇതുപോലത്തെ ചെറുപ്പക്കാർ അല്ലേ, അതായത് ജോലി ചെയ്യുന്ന അധികം വെയിറ്റ് ഒന്നും ഇല്ല, നമുക്ക് ആശയം കണ്ടാലും അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ഇത്രയും നല്ലൊരു പ്രചോദനം തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വീഡിയോ എനിക്ക് എടുക്കാൻ വരാനും അതുപോലെ തന്നെ ഇത് കാണാനും ആസ്വദിക്കാനും പറ്റിയത് അത്യൊരു സന്തോഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൃഷിയിലേക്ക് വരാനായിട്ട് പ്രചോദനം ആശിലേക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ കാണുന്നവർക്കും എനിക്ക് ഉൾപ്പെടെ ആളുകൾക്കൊക്കെ ഇതൊരു പ്രചോദനമാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിൽക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. റഹീമാസ് വീഡിയോ.